ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു ചെറിയൊരു സിമ്പിളായിട്ടൊരു അവിയൽ റെഡിയാക്കാം നമുക്ക് കേട്ടോ. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം പടവലം, അതേപോലെ ക്യാരറ്റ്, ഒരു പകുതി ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ് ചെറുത്, പിന്നെ ഇവിടെ നമ്മളെ കൊത്തപ്പയർ. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ കേട്ടോ. സിമ്പിളായിട്ട് ഇവിടെയുള്ള കഷ്ണം വെച്ച് നമുക്കൊരു അവിയൽ റെഡിയാക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലാ കഷ്ണങ്ങളും ഉണ്ടെങ്കിലാണ് അവിയൽ റെഡി ആവുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ ഏത് കഷ്ണമാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ അവിയൽ റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി അതിന് ആവിയിൽ വേവിക്കാൻ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക. ഉപ്പിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ അവിയലിൻ്റെ കഷ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിന് തേങ്ങയും തൈരൊക്കെ കൂട്ടി കൊടുക്കാം. ഞാൻ എടുത്തെടുക്കുന്നത് ഒരു കൈപ്പിടി തേങ്ങ, അതിലേക്ക് 4 ചുവന്നുള്ളി, 4 ചുള അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് എരിവിനുള്ള, അതാണ് ഞാൻ തേങ്ങയിൽ ഇട്ടിരിക്കുന്നത്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അവിയലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ്. പക്ഷേ കുട്ടികൾ ആദ്യമൊക്കെ ഉണ്ടാവുന്ന കുട്ടികൾ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് ലേശം കുറവാണ്, ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മുകളിൽ വേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാന് മൂടി വെക്കാം. എൻ്റെ കയ്യിലുള്ള സിമ്പിള് സാധനം വെച്ചിട്ടാണ് ഞാൻ അവിയൽ ചെയ്തിട്ടുള്ളത്. ഇൻഷാല്ലാഹ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മളെപ്പോഴും നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനം വെച്ച് നല്ല ടേസ്റ്റിൽ ഭക്ഷണം ഉണ്ടാക്കുക. ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മളെ സാധനങ്ങളല്ല, നമ്മളെ കൈയാണ്. ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്.